ഗിയർ വയർ എടുക്കുക, അത് ആവശ്യമുള്ള നീളത്തിൽ കട്ട് ചെയ്ത് സമൂസ കുന്തൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്ത് ഗിയർ ലോക്ക് ഇട്ട് നന്നായി ലോക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ശേഷം സമൂസ കുന്തൻ വേറൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് സമൂസ കുന്തൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. തേർഡ് ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഞാനൊരു 7 ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം ഇതുപോലെ കട്ടിംഗ് സ്പ്രിങ് എടുത്ത് ഗുങ്കുരു ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുന്തനും ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ കുന്തൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ 7 ബീഡ് ഇട്ട് ആ ഒരു തേർഡ് ലെയറിൽ ഇട്ട് കൊടുക്കും. വീണ്ടും ഒരു 5 ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുക, കുന്തൻ ഇട്ട് കൊടുക്കുക, 5 ബീഡ് കുന്തൻ. അങ്ങനെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മുഴുവനായും ഇട്ടതിന് ശേഷം സമൂസ കുന്തൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കട്ടിംഗ് സ്പ്രിങ്ങും ബാക്ക് ചെയിനും ഇട്ട് നമുക്കിത് ലോക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി മാല തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.